കരിയർ ബിൽഡർ വർക്ക് ലൈഫ് ഹാർമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കരിയറിൻ്റെ വളർച്ചയ്ക്കും വ്യക്തി തൊഴിൽ ബിസിനസ് രംഗത്തെ കാര്യങ്ങൾക്ക് സഹായിക്കുന്നതുമായിട്ടുള്ള ടിപ്പുകളും ചോദ്യോത്തരങ്ങളുമാണ് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് ഒരു തൊഴിൽ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും തൊഴിൽ വേണം. പക്ഷേ ആ തൊഴിൽ അതിൻ്റെ വളർച്ചയിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകും എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കരിയർ ഗ്രോത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ടി വരും. ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലെത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മാനേജ് ചെയ്യേണ്ടിയും വരും. അങ്ങനെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ റിസൾട്ടുകൾ കിട്ടുകയുള്ളൂ. എന്നാൽ തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ പലപ്പോഴും അവരുടെ കൂടെയുള്ളവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതും പരാജയപ്പെടുന്നതും നാം കാണാറുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ ടീമിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കൂടെ പറയുന്നത്. അതിലൊന്നാമത്തേതാണ്, പലപ്പോഴും അവർ ആ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട റിസൾട്ടുകൾ അവർ സെറ്റ് ചെയ്യുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും. അതായത് അവർക്ക് എത്താൻ സാധിക്കില്ല എന്ന് അറിയാമെങ്കിലും അവർക്കത് എത്തണമെന്ന് പറഞ്ഞിട്ട് ആ ഗോൾസുകൾ സെറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് നേടണമെന്ന് അവരവരുടെ എംപ്ലോയീസിനോട് പറയുകയും അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നടക്കാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും വർക്ക് ചെയ്യുകയും അവസാനം ആ റിസൾട്ട് കിട്ടാതെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. സെറ്റിംഗ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പലപ്പോഴും പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒരു പ്രമുഖ കാരണം. അവർ സെറ്റ് ചെയ്യുന്ന ഗോൾസും അവരുടെ എക്സ്പെക്റ്റേഷൻസും തീർച്ചയായിട്ടും മെഷറബിൾ ആയിരിക്കണം, അത് അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക്കുമായിരിക്കണം. യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുള്ള ഗോൾസും എക്സ്പെക്റ്റേഷൻസും ആയിരിക്കണം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്യേണ്ടത്. അത് തൊഴിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ. അങ്ങനെ യാഥാർത്ഥ്യബോധമുള്ള ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു കോൺഫിഡൻസ് തരുന്നു, അവരെ സഹായിക്കുന്ന അവരുടെ റിസോഴ്സുകൾക്കും അവരുടെ എംപ്ലോയീസിനും ഒരു കോൺഫിഡൻസ് കൊടുത്ത് ഒരുമിച്ച് മുന്നേറാനായിട്ട് സഹായിക്കുന്നു. സോ സെറ്റിംഗ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആണ് പലപ്പോഴും തെറ്റായ ദിശയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ നയിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമാണ്, പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ എത്തുന്നവർ അവരുടെ പദവിയും കസേരയുമാണ് അതിൻ്റെ ബലമെന്ന് വിചാരിക്കുന്നു. പദവിയും കസേരയും ഉണ്ടെങ്കിൽ എനിക്ക് ആരെക്കൊണ്ടും എന്തും ചെയ്യിപ്പിക്കാം എന്നുള്ള തെറ്റായ ഒരു തോന്നലാണ് രണ്ടാമത്തെ പരാജയപ്പെടാനുള്ള പ്രമുഖ കാരണം. പദവിയും കസേരയൊക്കെ നമുക്ക് അഭിമാനം നൽകുമെങ്കിലും തീർച്ചയായിട്ടും ആ ചെയ്യുന്ന ജോലിയെപ്പറ്റിയും അല്ലെങ്കിൽ ആ കിട്ടേണ്ട റിസൾട്ടിനെ പറ്റിയും വ്യക്തമായൊരു ബോധമുണ്ടാകണം. ആ ജോലിയുമായി ബന്ധപ്പെട്ട അറിവും കഴിവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇക്കാലത്ത് ചെയറിനല്ല കോമ്പിറ്റൻസിനാണ് പ്രാധാന്യമെന്ന് പറയട്ടെ. ഏത് പ്രായത്തിലും ഏത് സീനിയർ പൊസിഷനിലുള്ള ആൾക്കാരും കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്താൽ മാത്രമേ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. അത് തൊഴിൽ രംഗത്താണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും കണ്ടിന്യൂസ് അപ്ഡേഷൻ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടിന്യൂസ് അപ്ഡേഷൻ ഇല്ലാതെ ഇരിക്കുന്ന പദവിയും ഇരിക്കുന്ന കസേരയും എനിക്ക് പവർഫുൾ ആണെന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യണമെന്നും ശഠിക്കുക, അതാണ് അവർ പരാജയപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം. സോ ഗിവിങ് പ്രോമിനൻസ് ടു ചെയർ ആൻഡ് പൊസിഷൻ വിത്തൗട്ട് ഹാവിങ് എ കോമ്പറ്റേറ്റീവ് നോളജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് അറിവ് വർദ്ധിപ്പിക്കുക, കസേരയെപ്പറ്റി വലുതായിട്ട് വറി ചെയ്യാതിരിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ്, ഈ കൂടെയുള്ള ടീമിനെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പേടിപ്പെടുത്തി ചെയ്യിപ്പിക്കുക എന്ന് പറയും. ഈ കൊയേഴ്സീവ് അപ്രോച്ച് എന്ന് പറയും. അതായത് നീ അത് ചെയ്തില്ലെങ്കിൽ നിന്നെ പിരിച്ചുവിടും, ട്രാൻസ്ഫർ ചെയ്യും, നിന്നെ ഡിമോട്ട് ചെയ്യും, സാലറി തരില്ല, ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വെർബൽ പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബൽ ഹരാസ്മെൻറ്റുമാണ്. ഇങ്ങനെ പേടിച്ച് അവനവൻ്റെ ജോലി നഷ്ടപ്പെടും എന്ന് ആ ഒരു ഭയത്തോടു കൂടി എംപ്ലോയീസ് ജോലി ചെയ്യും. അവർക്ക് എപ്പോഴും ആ ഒരു ഇൻസെക്യൂർ എലിമെൻറ്റ് കാണും. അങ്ങനെ ഇൻസെക്യൂർ എലിമെൻറ്റ് വരുമ്പോഴത്തേക്ക് ഈ കൂടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ യഥാർത്ഥത്തിലുള്ള കഴിവ് പുറത്തെടുക്കാൻ സാധിക്കാതെ വരികയും ടോട്ടൽ റിസൾട്ടിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ജോലിയിൽ കൂടെയുള്ളവരെ പേടിപ്പിച്ച് ജോലി ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പരാജയപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം. ബ്രിങ്ങിങ് ഫിയർ എലിമെൻ്റ് അമംഗ് എംപ്ലോയീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യമാണ്, ഈ കാര്യങ്ങൾ നടത്താനായിട്ട് വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നടക്കാൻ സാധ്യതയില്ലാത്ത
പല പ്രോമിസുകളും കൂടെയുള്ളവർക്ക് കൊടുക്കുക. ഇതിനെ അൺഫുൾഫിൽഡ് പ്രോമിസസ് എന്ന് പറയും. അതായത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് തരാം, ഇത് തരാം, ഇൻസെൻറ്റീവ് തരാം, പ്രൊമോഷൻ തരാം എന്നൊക്കെ പറയുകയും എന്നിട്ട് ആ ജോലി ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ഓർമ്മയില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള ഈ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടെയുള്ളവർ ഡീമോട്ടിവേറ്റഡ് ആവും, അൺസാറ്റിസ്ഫൈഡ് ആവും, അവർക്ക് മറ്റവസരങ്ങൾ കിട്ടുമ്പോൾ പോവുകയും ചെയ്യും. അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കാതെ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അൺഫുൾഫിൽഡ് പ്രോമിസസ് കൊടുക്കാതിരിക്കുക. കൂടെയുള്ളവർക്ക് നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക, ആ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കുകയും വേണം. അൺഫുൾഫിൽഡ് പ്രോമിസസ് കൊടുക്കുക എന്നുള്ളതാണ് പരാജയപ്പെടാനുള്ള മറ്റൊരു കാരണം. ഇങ്ങനെ 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. 5ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അവർ തീരുമാനമെടുത്ത് ബാക്കിയുള്ളവർക്ക് അവരവർ ചെയ്യാനുള്ള ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ജോലി ചെയ്യുന്നവരുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും പോയി ഇടപെടുക, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിൽ പോയി ഇടപെടുക, ചോദ്യങ്ങൾ ചോദിക്കുക, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകെ വന്ന് നിന്ന് നോക്കുക, ലീവ് എടുക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ലീവ് എന്നുള്ള രീതിയിലുള്ള പേഴ്സണൽ ചോദ്യങ്ങളിലേക്ക് പോവുക, പേഴ്സണൽ സ്പേസിൽ പോയി ഹരാസ് ചെയ്യുക. ഇങ്ങനെ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കൂടെയുള്ളവരിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും അത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യും. സോ മൈക്രോ മാനേജ്മെൻറ്റാണ് മറ്റൊരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ടീമിനെ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇനി 6ാമതൊരു റീസണാണ് ഓൾ ഇൻ വൺ എന്ന് പറയും. ഈ സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് എല്ലാം എനിക്ക് തന്നെ ചെയ്യണമെന്ന് പറയും. ഉദാഹരണത്തിന് ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ, ഒരു ഹെഡ്, അദ്ദേഹം 5 സെയിൽസ് മാനേജർമാരെ എടുത്തിട്ട് എല്ലാ റീജിയണിലെ സെയിൽസിൻ്റെ ജോലി ഇദ്ദേഹം നേരിട്ട് തന്നെ ചെയ്യും. അങ്ങനെ ആ പൊസിഷൻസിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവർ സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുകയും എല്ലാം ഞാൻ തന്നെ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ ഇരിക്കുന്ന ആളിന് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഭാരമായി വരികയും അത് വല്ലാത്ത ടെൻഷനും ഫ്രസ്ട്രേഷൻ കൊടുക്കുകയും കൂടെയുള്ളവർ പ്രൊഡക്റ്റീവ് അല്ലാതെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഓൾ ഇൻ വൺ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എടുക്കുമ്പോഴത്തേക്ക് അതും പരാജയത്തിലേക്ക് കലാശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചില സ്ഥാനങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാർ അതിൻ്റെ ഉത്തരവാദിത്തത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാനും ബാക്കിയുള്ളവരെ ജോലി ഏൽപ്പിക്കാനും. ഡെലിഗേഷൻ, കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് താഴേത്തുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ള ജോലി വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ അത് ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ഏൽപ്പിക്കുന്നതിനോടൊപ്പം ആ ചെയ്യുന്ന ജോലിയും ഏൽപ്പിക്കുന്ന ജോലിയും എന്താണെന്നുള്ള അറിവ് ആ സ്ഥാനത്തിരിക്കുന്ന എനിക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കാനോ അതിന് ഉത്തരം പറയാനോ നമുക്ക് സാധിക്കാതെ വരും. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിനെ വളരെ കാഷ്വൽ അപ്രോച്ച് എന്ന് പറയും. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അപ്രോച്ചിനെ കയോട്ടിക് അപ്രോച്ച് എന്ന് വിളിക്കുകയും ഇവർ ഒരു ക്രൈസിസിൽ നിന്ന് വേറൊരു ക്രൈസിസ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് അവർ ചെയ്യുന്ന ജോലിയും അവർ ഏൽപ്പിക്കുന്ന ജോലിയെ പറ്റിയും ഒരു ധാരണയില്ലാതെ വരുമ്പോഴാണ് ഇവർ ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് മറ്റൊരു അബദ്ധത്തിനുള്ള കാരണം. ഇനി അതോറിറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചില ആൾക്കാർ അവരുടെ സ്ഥാനത്തിരിക്കുമ്പോൾ കൂടെ ഉള്ളവരെല്ലാം എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ടാകും. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ജോലി സമയം കഴിഞ്ഞ് 1 മണിക്കൂറും 2 മണിക്കൂറും കൂടുതൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ആൾക്കാരെയും വർക്കഹോളിക്കാക്കി നേച്ചർ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ആ ചെയ്യുന്ന ആൾക്കും ഈ ഇരിക്കുന്ന ആൾക്കും ആ ചെയ്യുന്ന ആൾക്കാർക്കും എന്തിനാണ് ഈ ജോലി ചെയ്യുന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാകില്ല. അതായത് ക്രിയേറ്റിംഗ് വർക്കഹോളിക് നേച്ചർ വിത്തൗട്ട് എ ക്ലിയർ അജണ്ട ഓർ വിത്തൗട്ട് എ ക്ലിയർ ഗോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നു, ആ വ്യക്തമായൊരു ധാരണയില്ലാതെ എല്ലാവരെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കുക. എൻ്റെ ഓഫീസിൽ എല്ലാവരും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറയുക, പക്ഷേ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള നേച്ചറെയാണ് ഈ വർക്കഹോളിക് നേച്ചർ വിത്തൗട്ട് എ ക്ലിയർ ഗോൾ എന്ന് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരും പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അറിവും കോമ്പറ്റേറ്റീവ് നേച്ചറും ഒരു നല്ല സൈക്കോളജിക്കൽ ഡീലിങ്ങും ഒക്കെ വളരെ അത്യാവശ്യമാണ്. ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ബിസിനസ്സോ ജോലിയോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതാണ് അവരുടെ വിജയം. ഇതിൻ്റെ നല്ല ഒരു മാനേജ്മെൻറ്റ് ശൈലി അവർക്ക് ആവശ്യമാണ്. മാനേജ്മെൻറ്റിൻ്റെ അർത്ഥം തന്നെ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നാണ്. ബാക്കിയുള്ളവരെ കൊണ്ട് കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റിക്കുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ആയിരിക്കണം ഓരോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ടത്. നമുക്കതിന് 3A എന്ന് വേണമെങ്കിൽ വിളിക്കാം. 3A ഉള്ളവർ എല്ലാ റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കേണ്ടവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, അവർ എടുക്കുന്ന ജോലിയും അവർ ബാക്കിയുള്ളവർ ഏൽപ്പിക്കുന്ന ജോലിയുടെ ഉത്തരവാദിത്തം അവർക്കാണ്. അതിന് അക്കൗണ്ടബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. 1. 2,
ഈ എടുക്കുന്ന ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയും അഡ്മിനിസ്ട്രേഷനും കഴിഞ്ഞാൽ ഈ വന്ന റിസൾട്ട് നല്ലതാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം. അതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ അക്കൗണ്ടബിലിറ്റിയും അഡ്മിനിസ്ട്രേഷനും ഓഡിറ്റിങ്ങും ഒരു ബിസിനസ് ചെയ്യുന്ന ആളോ ഇല്ലെങ്കിൽ ഒരു തൊഴിൽ രംഗത്ത് ഡിസിഷൻ മേക്കിംഗ് റോളിലിരിക്കുന്ന ആൾക്കാരോ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ റിമെമ്പർ ദ 3 A's: അക്കൗണ്ടബിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ്. ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ് മുകളിൽ നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്. എന്നാൽ അവർ വിജയിക്കാനും അവരുടെ പെർഫോമൻസ് കൂട്ടാനും ഞാനീ പറയുന്ന 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അതിലൊന്നാമത്തേതാണ്, നമ്മളൊരു തീരുമാനമെടുത്ത് ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത കാര്യത്തിൻ്റെ റിസൾട്ടിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി പല സ്ഥാനങ്ങളിലിരിക്കുന്നവരും അവരുടെ താഴെയുള്ള ആൾക്കാരോട് എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിക്കാൻ പലപ്പോഴും മെനക്കെടാറില്ല. ഇല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ കോംപ്ലക്സ് കാരണം ഒരു ഫീഡ്ബാക്കും എടുക്കാറില്ല. ഫീഡ്ബാക്ക് എടുക്കുക, അതായത് പ്രമുഖ റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന തൊഴിൽ രംഗത്തുള്ളവരോ ബിസിനസ് രംഗത്തുള്ളവരോ അവരുടെ കൂടെയുള്ള ആൾക്കാരിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫീഡ്ബാക്കാണ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈലിനെ കൂടുതൽ ശക്തമാക്കുന്നതും അടുത്ത തവണ റിസൾട്ടിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യുന്നത്. സോ ടേക്കിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് PDCA സൈക്കിൾ എന്ന് പറയും. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് ഡു. ഇനി മൂന്നാമത്തെ കാര്യം, കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പോയോ ഇല്ല എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ ചെക്ക് എന്ന് വിളിക്കും. ഇനി ആ ചെക്കിങ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ കറക്ഷൻ ചെയ്തിട്ട് വീണ്ടും നടപ്പാക്കണം. അതിനെ ആക്ടിങ് എന്ന് വിളിക്കും. സോ പ്ലാനിങ്, ഡൂയിങ്, ചെക്കിങ്, ആക്ടിങ്, PDCA സൈക്കിൾ എന്ന് പറയും. എല്ലാ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഈ PDCA സൈക്കിൾ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട്. അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കുക, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് എന്നുള്ള ഒരു പ്രോസസ്സ് നടപ്പിലാക്കുക. ഇത് രണ്ടും വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്നവർ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. വേണ്ട. റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അത് കൂടെയുള്ളവരെ കൂടെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതിൻ്റെ ടോട്ടൽ റിസൾട്ട് പോസിറ്റീവ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലും മാനേജ്മെൻറ്റിലും ഒക്കെ ഡെലിഗേഷൻ എന്ന് വിളിക്കും. അതായത് നമ്മുടെ കൂടെയുള്ള ഓരോ ടീം അംഗങ്ങളുടെയും സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ താഴേക്ക് കൊടുക്കുക. ആ താഴേക്ക് കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അവർ ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിശ്ചിത ഇൻ്റർവെൽസിനനുസരിച്ച് മോണിറ്റർ ചെയ്യുക. ആ മോണിറ്റർ ചെയ്തതിന് ശേഷം അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ചില ആൾക്കാരുണ്ട്, അവർ ഉത്തരവാദിത്തങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ ചെയ്യുക, ബാക്കിയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു തൃപ്തിയും ഉണ്ടാകാത്ത ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ അമിത ഭാരം കാരണം അവരുടെ പൊസിഷനിൽ ഇരുന്ന് പരാജയപ്പെടാനാണ് സാധ്യത. അപ്പോൾ ഡെലിഗേഷനാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാ ഉത്തരവാദിത്തവും എടുക്കണമെന്ന് വെച്ചാൽ വേണ്ട. ആ ഉത്തരവാദിത്തം കറക്റ്റ് ആൾക്കാരെ മനസ്സിലാക്കി വ്യക്തമായിട്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഡെലിഗേറ്റ് ചെയ്ത ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് മന്ത്ര. ഇനി ഇതിനോടൊപ്പം ഒരു കാര്യം പറയാം. ഡിസിഷൻ എടുക്കുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ താഴേക്ക് കൊടുക്കുമ്പോഴും അതിനു മുമ്പ് ഈ സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവരുടെ ടീമംഗങ്ങളെ ഒരുമിച്ച് വിളിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം അവരെ അറിയിക്കുക. അങ്ങനെ വരുമ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മളൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലെന്നോ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈലെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇത് നമ്മൾ ബിസിനസ് നടത്തുമ്പോഴും ഒരു ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. മേ ബി ഡേ ടു ഡേ ലൈഫിൽ പോലും വർക്കിംഗ് ലൈഫിൽ പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള 5-10 പേര് ഒരുമിച്ച് വിളിക്കുക, അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബ്രീഫായിട്ടൊന്ന് സംസാരിക്കുക, ഇന്ന് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തെല്ലാമാണെന്ന് പറയുക, ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളത് പറയുക. ഇത്തരത്തിലുള്ള ഡെയിലി ഈ ഒരു സ്റ്റൈൽ പോകുമ്പോൾ തന്നെ ആ ഒരു പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ചിൻ്റെ ഇമ്പാക്റ്റ് കൂടുകയും എല്ലാവരും എല്ലാം അറിയുമ്പോഴത്തേക്ക് അവിടെ പരദൂഷണം ഉണ്ടാകുന്നില്ല, ഈഗോ ഉണ്ടാകുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. ആ ലീഡറെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു, റിസൾട്ട് വളരെയധികം കൂടുന്നു. സോ പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ഉണ്ടെന്ന് റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന എല്ലാവരും ഉറപ്പുവരുത്തുക. ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ഒരാൾ ലീഡർ ആകണമെന്ന് ചോദിക്കാറുണ്ട്.
തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യമാണ്. പക്ഷേ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏത് ലീഡർഷിപ്പ് സ്റ്റൈൽ ഏത് സാഹചര്യത്തിനനുസരിച്ച് എടുക്കും എന്നുള്ളതാണ് അവരുടെ സക്സസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായൊരു ധാരണ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എ ലീഡർ ഷുഡ് ഹാവ് എ ക്ലിയർ വിഷൻ ആൻഡ് കപ്പാസിറ്റി ടു കൺവേർട്ട് ദീസ് വിഷൻ ഇൻ ടു റിയാലിറ്റി. അതായത് അവരുടെ പ്രോജക്റ്റിനെ പറ്റിയും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയും അവരുടെ സ്ഥാപനത്തിനെ പറ്റിയും അവരുടെ ബിസിനസ്സിനെ പറ്റിയും കൃത്യമായിട്ട് ഒരു ദർശനം വേണം. അതിന് ഇംഗ്ലീഷിൽ വിഷൻ എന്ന് പറയും. ഒരു കാഴ്ചപ്പാട്, ദീർഘകാല കാഴ്ചപ്പാട് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സക്സസ് കണ്ടിട്ട് ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ അത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അവനവൻ്റെ മനസ്സിൽ കൃത്യമായൊരു വിഷൻ വേണം. അതാണ് ആ ഉണ്ടാകുന്ന വിഷൻ റിയലിസ്റ്റിക് ആയിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷൻ ഉണ്ടായാൽ മാത്രം പോരാ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയും, പ്രീച്ച് ചെയ്യും. നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ലൊരാൾ വേറെ ഇല്ലയെന്ന് തോന്നും അവരുടെ ഐഡിയാസൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ പ്രാവർത്തികമാക്കുമ്പോൾ അവർ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷൻ അനുസരിച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരെ നന്നായി ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ അവർക്ക് കൂടുതലായതുകൊണ്ട് ഈ വിഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാറില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വിഷൻ ഉണ്ടാവണം. ആ വിഷനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കണം. അപ്പം വിഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഐഡിയ വേണം, നല്ലൊരു കാഴ്ചപ്പാട് വേണം, ആഗ്രഹം വേണം. ആ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ കൂടെയുള്ള റിസോഴ്സസിനെ നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും സാധിക്കണം. അപ്പം വിഷനും ആൻഡ് കപ്പാസിറ്റി ടു കൺവേർട്ട് ദാറ്റ് വിഷൻ ഇൻ ടു റിയാലിറ്റി എന്നുള്ളതാണ് റെസ്പോൺസിബിൾ പൊസിഷനിലുള്ള ഒരാളുടെ ലീഡർഷിപ്പ് എലിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് എലിമെൻ്റ് തന്നെ ഓട്ടോക്രാറ്റിക് ആയിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് എനിക്കൊരു വിഷനുണ്ട്, ആ വിഷൻ നിങ്ങളെല്ലാവരും അങ്ങ് നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ ഈഗോ കോംപ്ലക്സ് ഉണ്ടാവാം, അവർ ചിലപ്പോൾ കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. എനിക്കൊരു വിഷനുണ്ട്, ആ വിഷൻ നല്ലതാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി നമുക്കൊരുമിച്ച് ഈ ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലായിരിക്കണം ഓരോ റെസ്പോൺസിബിൾ പൊസിഷനിലുള്ള ആൾക്കാരും എടുക്കേണ്ടത്. മാനേജ്മെൻറ്റിൽ ലേസസ് ഫെയർ അപ്രോച്ച് എന്നൊരു അപ്രോച്ചുണ്ട്. അതായത് നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ ടീം അംഗങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളൊരു സ്റ്റൈൽ, അവർ തന്നെ അത് ഡെലിവറി ചെയ്യട്ടെ എന്നുള്ളത് ശരിയാണ്. നമ്മൾ അവർക്കൊരു ഫ്രീഡം കൊടുക്കണം. ആ ഫ്രീഡത്തിനനുസരിച്ച് അവർ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യും. ഇൻ കേസ് അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും അവരുടെ തലയിൽ കെട്ടിവെക്കാതെ ലീഡർ എന്നുള്ള നിലയിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കാനും കൂടെ നമ്മൾ സന്നദ്ധരായിരിക്കണം. അപ്പോൾ ലേസസ് ഫെയർ സ്റ്റൈൽ മോശമല്ല, പക്ഷേ അവിടെയും ഒരു പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ചും അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവരാനായിട്ട് ഓരോ റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം. സോ ലീഡർ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപക്ഷെ ഞാൻ പറയും കമ്മ്യൂണിക്കേഷനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻസ് ദ സക്സസ് ഓഫ് എ റെസ്പോൺസിബിൾ പൊസിഷൻ ആൻഡ് പേഴ്സൺ. ഉത്തരവാദിത്ത ബോധവും ഉത്തരവാദിത്ത ശീലവും ചെറുപ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊരു കുടുംബത്തിൽ തന്നെ തുടങ്ങണം, ഒരു സ്കൂളിൽ തന്നെ തുടങ്ങണം. ഇതൊക്കെ പല സ്കൂളുകളിലും പല കുടുംബങ്ങളിലുമൊക്കെ കുട്ടികളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവരത് പരാജയപ്പെട്ടാൽ പോലും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് വീണ്ടും മുമ്പോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നല്ലൊരു മാറ്റമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതായത് 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ തന്നെ ചെറു ക്ലാസ്സുകളിൽ മുതൽ തന്നെ കുട്ടികൾക്ക് പ്രോജക്റ്റുകൾ കൊടുക്കുന്നു, ഇൻറ്റേൺഷിപ്പുകൾ കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പുകൾ കൊടുക്കുമ്പോൾ അവർ കമ്മ്യൂണിറ്റിയിലും ഫീൽഡിലും ഒക്കെ പോയി എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു. ആ ചെയ്യാൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ സക്സസ് ഉണ്ടാകും, ചിലപ്പോൾ ഫെയില്യൂർ ഉണ്ടാകും. ആ ഫെയില്യൂറിൽ നിന്ന് മിസ്റ്റേക്ക് ഉൾക്കൊണ്ട് അവർ വീണ്ടും കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഈ കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ വിജയവും പരാജയവും ഉൾക്കൊണ്ട് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു അഡൽട്ടായി മാറുമ്പോഴത്തേക്ക് ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇതിന് നമ്മുടെ ഈ ഒരു ജോലിയുടെ സാധ്യതകൾ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പല ഉന്നത സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് വേൾഡും ഒക്കെ മാർക്കിനുള്ള പ്രാധാന്യം ഒരു വലിയ മാനദണ്ഡമായി കണക്കാക്കുന്നില്ല. മാർക്ക് വേണ്ടെന്നല്ല പറയുന്നത്, മാർക്ക് വേണം. പക്ഷെ അതിനോടൊപ്പം അവർ പ്രൊഫൈലിംഗ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ കുട്ടി ഈ പഠിത്തത്തിലുള്ള അക്കാഡമിക് റിസൾട്ടുകളല്ലാതെ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്, ഇത്തരത്തിലുള്ള വേറെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ടുണ്ടോ. അതിനെ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കും. ഇത് പഠനകാര്യം മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളാവാം, സ്പോർട്സ് ആവാം, ആർട്സ് ആവാം, കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ആവാം. അങ്ങനെ ഒരു
UP ക്ലാസ്സുകൾ മുതൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ മുതൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് ഭാവിയിൽ ഒരു ജോലി കിട്ടുമ്പോഴുള്ള റെസ്പോൺസിബിൾ പൊസിഷൻസ് എടുക്കാനായിട്ട് പരിഗണിക്കാനും അത്തരത്തിലുള്ള പൊസിഷൻസ് കിട്ടുമ്പോൾ അത് നിറവേറ്റാനും കുട്ടികളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ പ്രൊഫൈലിംഗ് എന്ന് വിളിക്കും. അതുകൊണ്ട് നാളെ നമ്മളൊരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസ്യൂമിയിൽ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ഈ നാളെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും കുടുംബത്തിൽ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴും ആ ഉത്തരവാദിത്തം കറക്റ്റ് സമയത്ത് വ്യക്തതയോടെ നിറവേറ്റാനായിട്ട് നമ്മുടെ യങ് ജനറേഷനെ സഹായിക്കുന്നു. സോ പ്രൊഫൈലിംഗ് ബൈ ഡൂയിങ് പ്രോജക്ട്സ്, ഇൻറ്റേൺഷിപ്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് എന്നുള്ളത് ഓരോ പേരൻറ്റും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നു. സോ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കേണ്ടവർ ഫെയിലാകാൻ, ബാക്കിയുള്ളവരെ മാനേജ് ചെയ്യുമ്പോൾ ഫെയിലാകാനുള്ള റീസൺസൊക്കെ ഈ എപ്പിസോഡിൽ പറഞ്ഞു. ഇനി അത് നന്നാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇനി കുട്ടിക്കാലം മുതൽ തന്നെ ഈ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടുവരാനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, റെസ്പോൺസിബിലിറ്റി ഡിഫൈൻസ് എ പേഴ്സൺസ് പ്രൊഫഷണലിസം. റെസ്പോൺസിബിലിറ്റി ഡിഫൈൻസ് പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ പ്രൊഫഷണലിസം എന്താണെന്ന് കൂടെ നമ്മൾ അറിയണം. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രൊഫഷണൽ അപ്രോച്ച് ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട. നമ്മുടെ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും, ഏത് തൊഴിൽ ചെയ്താലും, ഏത് ബിസിനസ് ചെയ്താലും നമ്മളതിലൊരു പ്രൊഫഷണൽ അപ്രോച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റി ഉണ്ടാകും. ഈ പ്രൊഫഷണൽ അപ്രോച്ചിലെ 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. അവനവൻ്റെ ഉത്തരവാദിത്തം കറക്റ്റായിട്ട് നിറവേറ്റുക. ആ ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഉത്തരവാദിത്തം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്ക് കുറച്ചുകൂടി വലുതായി അക്കൗണ്ടബിലിറ്റി എന്നാകും. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഓണസ്റ്റിയും 3 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു പ്രൊഫഷണലിസം ഉണ്ടാകുന്നത്. അത് പഠിത്തത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, ഈ പ്രൊഫഷണൽ അപ്രോച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നു എന്നുള്ളതാണ്. സോ ഉത്തരവാദിത്തം എടുക്കാതെ ഒഴിഞ്ഞു പോകാതിരിക്കുക. ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ അത് നിറവേറ്റുമ്പോൾ അത് വിജയമായിക്കോട്ടെ പരാജയമായിക്കോട്ടെ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉൾക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ റെസ്പോൺസിബിലിറ്റി ലീഡ്സ് ടു പ്രൊഫഷണലിസം. ഡോണ്ട് വറി അബൌട്ട് സക്സസ് ഓർ ഫെയിലുവർ, ഇറ്റ് വിൽ ഹെൽപ്പ് യു. താങ്ക് യു. നിങ്ങൾ ഏത് റെസ്പോൺസിബിൾ പൊസിഷനിലാണെങ്കിലും നിങ്ങൾക്ക് ലേണിംഗ് അത്യാവശ്യമാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും മുന്നേറാനായിട്ട് പറ്റുള്ളൂ. അത് ഏത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും നിങ്ങൾ 3 ലേണിംഗ് എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒന്ന്, നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. പക്ഷേ ആ പരാജയപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഉൾക്കൊണ്ട്, അതിനെ നല്ലത് ഉൾക്കൊണ്ട് അതിനെ കൂടുതൽ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ നമുക്ക് ലേണിംഗ് ഫ്രം എറർ എന്നോ ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് എന്നോ നമുക്ക് പറയാം. 2, മുമ്പ് വിജയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ആ വിജയം റിപ്പീറ്റ് ചെയ്യുക, കുറേ കൂടെ പോളിഷ് ചെയ്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ലേണിംഗ് ഫ്രം പാസ്റ്റ് സക്സസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ തള്ളിക്കളാതിരിക്കുക. സക്സസ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഇനി അത് വരും എന്ന് വിചാരിക്കേണ്ട. ആ സക്സസിനെ പറ്റി ആ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിനെ കൂടുതൽ പോളിഷ് ചെയ്ത് വീണ്ടും കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ നന്നായി പെർഫോം ചെയ്യുന്നവർ കാണും. അവരെ വേൾഡ് ക്ലാസ് എന്നോ നമ്മുടെ ബെഞ്ച് മാർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നവരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കൂടെ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ദൂരെ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. അവരെ കാണുക, അവരിലുള്ള നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക. അതിനെ ലേണിംഗ് ഫ്രം അതേഴ്സ് എന്ന് പറയാം. സോ ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്, ദെൻ ലേണിംഗ് ഫ്രം പാസ്റ്റ് സക്സസ് ആൻഡ് ലേണിംഗ് ഫ്രം അതേഴ്സ്. ഈ 3 കാര്യങ്ങളിൽ കൂടെയുള്ള ലേണിംഗ് ഓരോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ശ്രദ്ധിക്കുക. സോ റെസ്പോൺസിബിൾ പൊസിഷൻ, അത് ബിസിനസ്സോ ജോലിയോ വ്യക്തി ജീവിതമോ എന്തോ ആയിക്കോട്ടെ, അത് പാസ്റ്റ് സക്സസ്സും പാസ്റ്റ് ഫെയിലുവറും മറ്റുള്ളവരുടെ പെർഫോമൻസും സക്സസ്സിനും ഒബ്സർവ് ചെയ്യുന്നതും നമ്മളെ സഹായിക്കും.